ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. രമേഷ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് വീട്ടിനടുത്തുള്ള പ്രകൃതിയോട് ചേർന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ മൈജി ഷോറൂമിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കരുനാഗപ്പള്ളി വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉദ്ഘാടനത്തിനായി വന്ന അതിഥി എന്ന് പറയുന്നത് നമ്മുടെ മഞ്ജു വാര്യർ ചേച്ചിയായിരുന്നു കേട്ടോ വന്നിട്ടായിരുന്നത്. പിന്നെ ഗതാഗത മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാർ സാർ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആ വീഡിയോ ആണ് നിങ്ങളൊന്ന് കാണാനായിട്ട് പോകുന്നത്. ആ വീഡിയോ ഞാൻ എടുക്കാനായിട്ട് പോയിട്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, നമ്മൾ ഗിംബൽ മൊബൈൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഗിംബലിലെ ചാർജ് ഉണ്ടായിരുന്നു ഫുള്ളായിട്ട്. ബ്ലൂടൂത്ത് കണക്റ്റ് ആകാത്ത കാരണം നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് മൊബൈൽ കൈപ്പിടിച്ച് ഷൂട്ട് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, മൊബൈലും ചൂടായി, ഗിംബലും ചൂടായി, ബ്ലൂടൂത്ത് ആണെങ്കിൽ കണക്റ്റ് ആവുന്നില്ല. എത്ര നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ ശ്രമിച്ചാലും ബ്ലൂടൂത്ത് കണക്റ്റ് ആകാതെ മൊബൈൽ ഓട്ടോമാറ്റിക്കായി ഡ്രോപ്പായി താഴെ വീഴിയായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓവർ ഹീറ്റായ കാരണം പിന്നെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു ഞാൻ ഗിംബൽ. അതിനുശേഷം മൊബൈൽ കൈ പിടിച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അതിലാണെങ്കിൽ ഭയങ്കര ഷെയ്ക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഏറ്റവും പുതിയ ഷോറൂം ഇന്നിവിടെ ഇനാഗ്രേഷൻ നിർവഹിക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ ഈ ഒരു പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. താങ്ക് യു. ഹാങ് ഓവർ വിട്ട് മാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അടുത്ത കലോത്സവത്തിന് ഇവിടെ തിരി തെളിക്കാൻ പോവുകയാണ് കൊല്ലം കരുനാഗപ്പള്ളിയിൽ. റെഡിയല്ലേ? ഇതൊന്നും ഒരു അനക്കല്ലേ? റെഡിയല്ലേ? അങ്ങനെ ഒരു അനക്കം വെപ്പിക്കുക, എന്നാലേ എനിക്ക് ഒരു രസം തോന്നുള്ളൂ. എന്തായാലും കരുനാഗപ്പള്ളി മൈജിയുടെ ഫ്യൂച്ചർ ഷോറൂം നമ്മുടെ കരുനാഗപ്പള്ളിയിലേക്ക് ഇന്ന് പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. നമ്മളെല്ലാവരും ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം മഞ്ജു വാര്യർ, മലയാളത്തിന്റെ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമയുടെ മുഴുവൻ ലേഡി സൂപ്പർ സ്റ്റാറായ മഞ്ജു വാര്യർ മൈജിയുടെ ഈ ഷോറൂം നമുക്ക് മുൻപിൽ സമ്മാനിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തുന്ന ആ നിമിഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. അപ്പം ഇതിനോടനുബന്ധിച്ച് ഒരുപാട് പരിപാടികൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വന്ന് ഇവിടെ നമ്മുടെ സംബന്ധിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കുമുള്ള സമ്മാനങ്ങൾ കൂടിയാണ് മൈജി ഈ ദിവസം ഒരുക്കിയിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കയ്യിലിരിക്കുന്ന നോട്ടീസ് നിറച്ച ഓഫറുകളാണ്. വരുന്നവർക്കുള്ള സമ്മാനങ്ങളും അല്ലെങ്കിൽ വരുന്നവർക്ക് ഇന്നത്തെ ദിവസം മാത്രം കിട്ടുന്ന ഒരു പിടി ഓഫറുകളുമാണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു ഐഡിയ പറയുകയാണെങ്കിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ള വമ്പൻ ഓഫറായിട്ടുള്ള ബോൾ ഗെയിമിങ്ങിലൂടെ 5% മുതൽ 100% വരെ ഡിസ്കൗണ്ടോ സൗജന്യമായിട്ടോ ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരമാണ്. അതുകൂടാതെ 205 പേർക്ക്, ഏറ്റവും ആദ്യം വരുന്ന 205 പേർക്ക് ഇന്ന് ഇവിടെ നിന്ന് ഷോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വമ്പൻ ഡിസ്കൗണ്ടിൽ സംഭവങ്ങൾ വാങ്ങിക്കാനുള്ള ഇവിടെയുള്ള ഗൃഹോപകരണങ്ങളും ഒപ്പം ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, LED TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള സർവ്വ സാധനങ്ങളും വാങ്ങിക്കാനുള്ള ഒരു ഓഫർ ഉണ്ട്. അതിന്റെ കൂപ്പണുകൾ ഇപ്പോൾ നമ്മൾ വിതരണം ചെയ്യുന്നതാണ്. ആദ്യം വരുന്ന 205 പേർക്ക് മാത്രമാണ് ഈ അവസരം ഉണ്ടാവുക. അപ്പോൾ അത് കൈക്കലാക്കുക. പിന്നെ നമ്മളിവിടെ ഷോറൂം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ സെയിൽസ് ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് അകത്തേക്ക് കയറാം. മൈജിയുടെ ഏറ്റവും പുതിയ ഷോറൂമിൽ നമ്മൾ കാത്തു വെച്ചിരിക്കുന്ന വിസ്മയങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് അതിനാണ്. അപ്പൊ സ്വന്തം മനുഷ്യര് ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. രാവിലെ തന്നെ കുളിച്ച് കുറിയൊക്കെ തൊട്ട്, എന്താണ് ചേട്ടന്റെ പേരെന്താ? അയ്യോ, അത് തണുക്കുന്നുണ്ട്. സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഗൂഗിളിനെ കണ്ടറിയാട്ടോ. ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞെന്ന് പറഞ്ഞ പോലെ സെയിൽസ്മാൻ ആണെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് തോന്നിയായിരുന്നു. ഈ കൊല്ലംകാരൻ തന്നെയാണോ? എന്താണ് മൈജിയുടെ ഷോറൂം നമ്മുടെ കൊല്ലത്തേക്ക്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ഇവിടെ നമുക്ക് ഷോറൂമുകൾ ഉണ്ട്, പക്ഷെ ഇത്രയും വലിയൊരു മൈജി ഫ്യൂച്ചർ നമുക്ക് ഇവിടെ വരാൻ പോവുകയാണ്. എന്താണ് പ്രതീക്ഷ? അത് ഫോണിൽ നോക്കിയിട്ടൊക്കെ പറയണം. എന്താണ് മൈജിയെ കുറിച്ചുള്ള പ്രതീക്ഷ? എന്താണ് ഗൂഗിൾ? ഇതുവരെ മൈജിയുടെ പ്രോഡക്റ്റ് ഒന്നും എടുത്തിട്ടില്ല. ഇനി എടുക്കാം. ഇന്നാണ് അതിനുള്ള അവസരം. ആദ്യം വരുന്ന 205 പേർക്കുള്ള കൂപ്പണുകൾ ഇവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വിതരണം ചെയ്യുന്ന കൂപ്പണുകൾ വാങ്ങിക്കുക, എന്നിട്ട് വമ്പൻ ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ വാങ്ങിക്കുക. റെഡി? എന്ത് ഫോണിൽ എന്തെത്ര നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഒരു പാട്ട് പാടാം. നമുക്ക് വമ്പൻ ഡിസ്കൗണ്ടിൽ മൈജിയുടെ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാനായിട്ട് കഴിയുക. മൈജി ഷോറൂമിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാനായിട്ട് കഴിയുക. ഇന്നുവരെ കാണാത്ത ഉൽപ്പന്ന നിര, ഒറിജിനൽ പ്രോഡക്ട്സ്, മികച്ച കസ്റ്റമർ കെയർ എന്നിവയിലൂടെ കംപ്ലീറ്റ് ഷോപ്പിംഗ് അനുഭവത്തിന്റെ ഫ്യൂച്ചറാണ് കരുനാഗപ്പള്ളി മൈജി ഫ്യൂച്ചർ ഇവിടെ ഇന്ന് അവതരിപ്പിക്കുന്നത്. ഇന്ന് രാത്രി 12 മണി വരെ നമുക്ക് ഇവിടെ നിന്നും ഷോപ്പ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ഉദ്ഘാടന ആഘോഷങ്ങളോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസത്തിൽ ലാഭം ഈടാക്കാതെയുള്ള വിൽപ്പനയാണ് മൈജി കരുനാഗപ്പള്ളിക്ക് ഇന്ന് സമ്മാനിക്കുന്നത്. ലോകോത്തര ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഏറ്റവും ലാഭത്തിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും മികച്ച അവസരമാണ് ഇന്ന് ഈ മൈജി ഫ്യൂച്ചർ കരുനാഗപ്പള്ളിക്ക് സമ്മാനിക്കുന്ന ദിവസത്തിലൂടെ നിങ്ങൾക്ക് കൈവരുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്ന വമ്പൻ ഓഫറായ ബോൾ ഗെയിമിങ്ങിലൂടെ 5% മുതൽ 100% വരെ ഡിസ്കൗണ്ടിലോ, അതായത് സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരം ഇന്ന് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്.
ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനൊപ്പം ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസ് ലഭിക്കുന്ന മൈജി ഫ്യൂച്ചർ ഇന്ന് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാറും ഒപ്പം നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരും ചേർന്ന് കരുനാഗപ്പള്ളിക്ക് സമ്മാനിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ കരുനാഗപ്പള്ളി ലാലാജി ജംഗ്ഷനിൽ നിലവിലുള്ള മൈജി ഷോറൂമിന് ലഭിച്ച മികച്ച ജനപിന്തുണയാണ് ഇങ്ങനെ ഒരു ഫ്യൂച്ചർ ഷോറൂം ലാലാജി ജംഗ്ഷനിൽ തന്നെ തുറക്കാനായിട്ട് നമ്മുടെ മൈജിക്ക് പ്രചോദനമായിട്ടുള്ളത്. കരുനാഗപ്പള്ളി ലാലാജി ജംഗ്ഷനിൽ ഷംസുദ്ദീൻ മുസ്ലിയാർ ആർക്കേഡിൽ ഈ വിശാലമായ ഫ്യൂച്ചർ സ്റ്റോർ നിങ്ങൾക്ക് മുൻപിൽ ഇന്ന് മഞ്ജു വാര്യരും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറും ചേർന്ന് കരുനാഗപ്പള്ളിക്ക് സമ്മാനിക്കുന്ന അസുലഭ മുഹൂർത്തത്തിനാണ് നമ്മൾ അല്പം സമയം കഴിഞ്ഞാൽ സാക്ഷിയാകാൻ പോകുന്നത്. ഗോകുലേ റെഡിയാണോ? പിന്നെന്താ, ഗോകുൽ പാടുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഗോകുൽ പാടാൻ പോവുകയാണ്. മൈജി ഫ്യൂച്ചറിലെ ഈ ഏറ്റവും പുതിയ ഷോറൂം നമുക്ക് മുൻപിൽ തുറക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇപ്പോൾ ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. കുറച്ച് മുൻപ് ഗോകുൽ എന്റെ കയ്യിൽ സമ്മാനം വാങ്ങിച്ചിട്ട് പോയി. നിങ്ങൾക്ക് ഈ സമ്മാനം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്, ആഗ്രഹമുണ്ട്. അങ്ങനെ പക്ഷേ ഇത് വെറുതെ തരൂല. നത്തിങ് ഈസ് ഫ്രീ എന്നുള്ള പറയാം. ഒന്നും നമുക്ക് ചുമ്മാ കിട്ടൂല. ഞാനൊരു ചോദ്യം ചോദിക്കാം. ആ ചോദ്യത്തിന് കറക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടുകയാണെങ്കിൽ ആ സമ്മാനം നിങ്ങൾക്ക് കിട്ടും. റെഡിയാണോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ അല്പം മുൻപ് പറഞ്ഞതുപോലെ തന്നെ സാക്ഷാൽ മഞ്ജു വാര്യരാണ് ഇന്ന് അല്പസമയത്തിനുള്ളിൽ നമ്മുടെ കൺമുൻപിലേക്ക് വരാനായിട്ട് പോകുന്നത്. മൈജി ഫ്യൂച്ചറിന്റെ ഈ നടുമുറ്റത്തേക്ക് മൈജി നമുക്ക് മുൻപിൽ സമ്മാനിക്കാനായിട്ട് വരാൻ പോകുന്നത്. നമ്മുടെ മഞ്ജു വാര്യർക്ക് ഏറ്റവും ആദ്യമായിട്ട് നാഷണൽ അവാർഡ് അല്ലെങ്കിൽ സ്പെഷ്യൽ ജൂറി മെൻഷൻ നാഷണൽ അവാർഡിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ സിനിമയുണ്ട്. അത് ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ സമ്മാനം തരും. ഏറ്റവും ആദ്യം ഇവിടെ വന്ന് എന്റെ മൈക്ക് വാങ്ങിച്ചിട്ട് പറയുന്നവർക്ക് മാത്രമാണ് നമ്മൾ സമ്മാനം കൊടുക്കുക. മഞ്ജു വാര്യർക്ക് സ്പെഷ്യൽ ജൂറി മെൻഷൻ നാഷണൽ അവാർഡിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ സിനിമ അങ്ങോട്ട് വരാൻ അവിടെ കയറി വിടും. പോരെ. ഉത്തരം പറയാൻ വരുന്നവർക്ക് വേണ്ടി മാത്രം ദയവായിട്ട് വേദിയിലേക്ക് വഴി കൊടുക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. മഞ്ജു വാര്യർക്ക് നാഷണൽ ഫിലിം അവാർഡ്സിന്റെ ഭാഗത്ത് നിന്നും സ്പെഷ്യൽ മെൻഷൻ കിട്ടിയ സിനിമ ഏതാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഒരു സെക്കൻഡ്, പറയുന്നത് ഉത്തരം പറയുന്നത്. യെസ്, പറഞ്ഞിരിക്കുന്ന ആളുകൾ ആദ്യം ഒന്ന് ചേട്ടൻ വന്ന് ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ പറയാം. നമുക്ക് ആദ്യം സ്ത്രീക്ക് അവസരം കൊടുക്കാം. ഓക്കെ, എന്താ പേരെന്താ? നമ്മുടെ പേരെന്താ? ധന്യ. ഏത് നാട്ടുകാരിയാണ്? ഫ്രണ്ടിലേക്ക് വാ. കരുനാഗപ്പള്ളിക്കാരിയാണ്. ഓക്കെ, എന്താണ് കരുനാഗപ്പള്ളിയെ കുറിച്ച് ഒരു 3 വാക്കിലൊന്ന് പറഞ്ഞേ കേക്കട്ടെ. കരുനാഗപ്പള്ളിയെ കുറിച്ച് എനിക്ക് ഒരു ചുക്കും അറിയില്ല. ഞാനൊരു എറണാകുളംകാരാണ്. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പാകത്തിന് പറ. നിനക്ക് കരുനാഗപ്പള്ളിക്കാരെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നൊരു 3 സെന്റൻസ് കൂടി പറ. പറ. അയ്യൊന്നുമില്ല. അയ്യൊന്നും കരുനാഗപ്പള്ളിക്കാരങ്ങനെ പറയില്ല. അങ്ങനെയൊന്നും നമ്മളെ പേടിപ്പിക്കാൻ പറ്റൂല. കരുനാഗപ്പള്ളി താമസിക്കുന്നത് എന്താ പറ. അതൊരു വല്ലാത്ത ശബ്ദമാണല്ലോ. ഓക്കെ, പറ. നല്ല ചിരിയാണ്, അടിപൊളി. പറ. പിന്നെ വേറെന്താ? ഒരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിന് ഉത്തരം തെറ്റിയാ പോലും സമ്മാനം തരും. അതാണ് നമ്മുടെ മൈജി. വരുന്നവരൊന്നും നമ്മൾ നിരാശരായിട്ട് ഒന്നും തിരിച്ചയക്കൂല. വരുന്നവർക്കൊക്കെ കൈ നിറച്ച് മനസ്സ് നിറച്ചിട്ട് മൈജി വിടുള്ളൂ. കരുനാഗപ്പള്ളിയെ കുറിച്ച് പറയാൻ എല്ലാത്തിനും എത്ര പേർക്ക് ആലോചിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവാതെ. ടെൻഷൻ കൊണ്ടാ. ഓക്കെ, എന്നാൽ ഒരു വാചകം കൂടി പറഞ്ഞേ. അവിടെ നിന്ന് അമ്മച്ചി എന്നാണ്ടൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തൊക്കെ കാര്യമൊക്കെ പറഞ്ഞു. കരുനാഗപ്പള്ളിയിൽ കലോത്സവം നടത്തിയ കാര്യം പറഞ്ഞു. പിന്നെ കൊല്ലംകാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരില്ലേ, പ്രസിദ്ധരായിട്ടുള്ള മനുഷ്യര്. കരുനാഗപ്പള്ളിയിൽ നിന്ന് ആരൊക്കെ ഉള്ളതെന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. അങ്ങ് പറയുന്നേ, ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ, എന്നാലും ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. മഞ്ജു വാര്യർക്ക് നാഷണൽ അവാർഡിന്റെ ഭാഗത്തു നിന്ന് സ്പെഷ്യൽ ജൂറി മെൻഷൻ ലഭിച്ച സിനിമ ഏത് സിനിമയിലെ അഭിനയത്തിനായിരുന്നു സ്പെഷ്യൽ ജൂറി മെൻഷൻ ലഭിച്ചത് എന്നതായിരുന്നു എന്റെ ചോദ്യം. ഉത്തരം കളിയാട്ടം. ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം ആര് പറയും? ശരിയായ ഉത്തരം യെസ്. നിങ്ങൾക്ക് അറിയാം ആ ചേട്ടൻ എങ്ങനെ കയറ്റി വിടുന്നുള്ളതാണ്. അവിടെ അധികം വഴി, നേരായ വഴിയില്ല, കുറുക്ക് വഴികളില്ല, നേരായ വഴികൾ മാത്രം. ഇത് മൈജി. ഓക്കെ, അയ്യോ പോയോ? എല്ലാരും പോയോ? ചേച്ചി പോലെ എന്നോ?
ഞാനൊരു ഓൺലൈൻ സെന്റർ നടത്തുകയാണ്. ഓൺലൈൻ സെന്റർ നടത്തുകയാണ്. മൈജി ഫ്യൂച്ചർ നമ്മുടെ കരുനാഗപ്പള്ളിയിലേക്ക് വരുന്നു. എന്താണ് അനൂർക്കാക്കി പറയാനുള്ള കാര്യം? വളരെ നല്ല കാര്യമാണ്. ഒരുപാട് ഓഫറിലൊക്കെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. കരുനാഗപ്പള്ളിക്ക് നല്ലൊരു പുത്തൻ അനുഭവമാണ്. മൈജി ഫ്യൂച്ചർ വരുന്നതോടെ കരുനാഗപ്പള്ളിയുടെ ഫ്യൂച്ചറിന് കുറച്ചുകൂടി ഒരു മാറ്റം വരും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അൻവർക്ക് വരുമ്പോൾ മുതൽക്കുണ്ടല്ലോ എന്നിട്ട് ആറ്റിറ്റ്യൂഡ് രക്ഷയില്ല. എനിക്ക് ഉറപ്പുണ്ട്, വല്ല സംശയമൊന്നുമില്ല. ഇതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിക്കാനൊരു പേടിയാണ്. അൻവർക്ക് പ്രശ്നമൊന്നുമില്ല, തല്ലുന്ന ആളൊന്നുമല്ല, ഒരു കുഴപ്പമില്ലാത്ത ആളാണ്. കരുനാഗപ്പള്ളിയെ കുറിച്ച് അങ്ങനെയാണെങ്കിൽ 3 വാചകങ്ങൾ പറഞ്ഞു കേൾക്കട്ടെ. ചേച്ചി പറഞ്ഞു കൊടുത്തു, നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. കരുനാഗപ്പള്ളിക്കാരെല്ലാവരും സുന്ദരിമാരാണ് എന്നാണ് ഏറ്റവും ആദ്യം പറഞ്ഞത്. ചേച്ചി ഓടിയെന്നല്ല, ഞാൻ സമ്മാനമൊക്കെ തരൂലായിരുന്നോ? പോട്ടെ, ഇനിയിപ്പോ സാരല്ല, അവിടെ നിന്നോ. പറ. കരുനാഗപ്പള്ളി എന്ന് പറയുന്നത് പണ്ട് രാജാക്കന്മാര് പള്ളി ഉറങ്ങാൻ വേണ്ടിയിട്ട് മൈക്കൊക്കെ ചേർത്ത് പിടിച്ച് പറഞ്ഞേ. രാജാക്കന്മാര് ആ കാലത്ത് വേറെ ഉറക്കമാണല്ലോ. നമ്മളൊക്കെ ഉറങ്ങുമ്പോ മയക്കം. രാജാക്കന്മാർ ഉറങ്ങുമ്പോഴാണ് പള്ളി ഉറങ്ങാൻ വേണ്ടിട്ട് കരുനാഗപ്പള്ളി വരെ വരുമായിരുന്നു. അത് ശരി, അത് ബാക്കിയുള്ള സ്ഥലത്ത് അവർക്ക് ഉറക്കം കിട്ടൂല. ഹിന്ദുമാനിയുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെയല്ല, അതിന് വേറെ എന്തൊരു ചരിത്രം കൂടി ഉണ്ടെന്നാണ് മൂപ്പര് പറഞ്ഞു വരുന്നത്. വേണാട്, പിന്നെ ഓച്ചിറ പടവട്ടം നടത്തിയ സ്ഥലമാണ്. ഇതൊക്കെ കരുനാഗപ്പള്ളിയുടെ പ്രത്യേകതയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, അൻവർ സാദ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഒരു എന്താ പറയാ, സാംസ്കാരിക വിദഗ്ധനാണ്, ഒരു ചരിത്ര വിദഗ്ധനാണ്. ഒരു കഴിഞ്ഞേ മൂപ്പർ ഒന്നില്ലെങ്കിൽ അത്രയൊക്കെ പറഞ്ഞു ഒപ്പിച്ചല്ലോ. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. മഞ്ജു വാര്യർക്ക് നാഷണൽ അവാർഡിന്റെ ഭാഗത്ത് നിന്ന് സ്പെഷ്യൽ ജൂറി മെൻഷൻ അവാർഡ് ലഭിച്ച സിനിമ, അത് ഏത് സിനിമയിലെ കഥാപാത്രത്തിനായിരുന്നു? കണ്ണെഴുതി പൊട്ടും തൊട്ട്. കണ്ണെഴുതി പൊട്ടും തൊട്ട് ശരിയായിട്ടുള്ള ഉത്തരം. പേര് എന്തായി? ഇവിടെ വന്ന് പറയണം. സെക്യൂരിറ്റീസിന്റെ അടുത്ത് പറഞ്ഞാൽ ബൗൺസേഴ്സിന്റെ അടുത്ത് ഉത്തരം പറയാനാന്ന് പറഞ്ഞാൽ അവർ തീർച്ചയായിട്ടും കൂടെ കയറ്റി വിടും. എന്തായിരുന്നു കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയിൽ മഞ്ജു വാര്യർ അഭിനയിച്ച കഥാപാത്രത്തിന്റെ പേര്? ഒരാൾ വരുന്നുണ്ട്, കൂപ്പറിടാൻ വരുന്നതാണ്. ബൗൺസേഴ്സ് ദയവായിട്ട് അവരെ ഇങ്ങോട്ടൊന്ന് കയറ്റി വിടണേ. ശരിയായിട്ടുള്ള ഉത്തരം അറിയാവുന്നവർ ദയവായിട്ട് വേദിയിലേക്ക് വരിക. നിങ്ങൾക്കുള്ള സമ്മാനങ്ങൾ ഇവിടെ റെഡിയാണ്. രണ്ടു ചേച്ചി വീണ്ടും ഏതൊരു തെറ്റുത്തരം പറയാൻ വേണ്ടിട്ട് അവിടെ നിന്ന് കൈ കാണിക്കുന്നുണ്ട്. യെസ്, മൊബൈൽ നോക്കിയിട്ട് അങ്ങനെ ഉത്തരം പറയാൻ പറ്റൂല. അയ്യടാ, ഉടായ്പാണേ, അതൊന്നും പറ്റൂല, അതൊന്നും ശരിയാവുന്നില്ല. പിന്നെ ആരാണ് വരുന്നത്? ഞാൻ അങ്ങോട്ട് വരണോ? ഇത് വലിയ കഷ്ടം തന്നെ. ഞാൻ അങ്ങോട്ട് വരുന്നില്ലല്ല പ്രശ്നം, പക്ഷെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഉത്തരം പറയും. അതാണ് ഇതിന്റെ പ്രധാന. മമ്മൂക്കാനെ അലക്സാണ്ടർ എന്ന് കണ്ടതിന് ശേഷം പിന്നെ അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരാളെ കേരളത്തിൽ കാണുന്നത് നമ്മുടെ ഫാദറിന്റെ പേരാണ് അലക്സാണ്ടർ എന്ന് പറയുന്നത്, അല്ലേ? എന്റെ പൊന്നു, ഇവിടെ വന്നിട്ടുണ്ടോ അലക്സാണ്ടർ ദ ഗ്രേറ്റ്? വീട് ആക്സിഡന്റ് പറ്റി, അയ്യോ, നടക്കാൻ പറ്റുമോ? ഓക്കെ, പക്ഷെ ഇവിടെ നിന്ന് കേൾക്കാൻ പറ്റുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഉറക്കെ പറഞ്ഞേ. എന്നെ പറഞ്ഞ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. ഹസ്ബൻഡ് അലക്സാണ്ടർ ദി ഗ്രേറ്റ്. ഒന്നുകൂടി പറ. അലക്സാണ്ടർ ദി ഗ്രേറ്റ്. ഒന്നുകൂടി പറ. അലക്സാണ്ടർ ദി ഗ്രേറ്റ്. അടിപൊളി. ഞാൻ എന്തുകൊണ്ട് 3 പ്രാവശ്യം പറയിപ്പിച്ചെന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുന്നവർക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ സ്റ്റേജിൽ നിൽക്കുന്ന എനിക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിർത്തിയിട്ടിരിക്കുന്ന ഒരുപാട് കാറുകൾക്ക് അപ്പുറത്ത് ഒരു നീല പെയിന്റ് അടിച്ച ഗേറ്റിന്റെ അപ്പുറത്ത് ഒരു വെള്ള പെയിന്റ് അടിച്ച സിറ്റ് ഔട്ടില് അവിടെ ഒരാൾ ഒരു ഡാർക്ക് കളർ ടീഷർട്ട് ഇട്ടിരിക്കുന്നുണ്ട്. ആ ഇരിക്കുന്ന ആളുടെ പേരാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അപ്പൊ അത് മൂപ്പര് കേൾക്കട്ടെ എന്ന് വിചാരിച്ചത് തന്നെയാണ് അവർക്ക് പറഞ്ഞത്. അലക്സാണ്ടർ ദ ഗ്രേറ്റ്. യെസ്, മൂപ്പര് അവിടെ കൈവീശി കാണിക്കുന്നുണ്ട്. എന്തായാലും എന്റെ ശബ്ദ പരിധിയിൽ തന്നെയാണ് മൂപ്പര് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്രയൊക്കെ നമ്മൾ ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് നിർമ്മല ചേച്ചി ഇവിടെ വന്നിട്ട് പറഞ്ഞ ഉത്തരം എങ്ങനെ തെറ്റിപ്പോയി കഴിഞ്ഞിട്ടല്ല, മൂപ്പര് അവിടെ ഇരുന്നിട്ട് പോകുന്നു നമ്മൾ ഇവിടുന്ന് കേൾക്കേണ്ടി വരേ. കുഴപ്പമില്ലല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതായിരുന്നു. കണ്ണെഴുതി പൊട്ടും തൊട്ടെന്ന സിനിമയിൽ മഞ്ജു വാര്യർ അഭിനയിപ്പിച്ച് പ്രതിഫലിപ്പിച്ച ആ കഥാപാത്രത്തിന്റെ പേര് അതെന്തായിരുന്നു? ഭദ്ര ആണോ? കുറച്ചുകൂടി നല്ല കൈ കൊടുത്തേ. യെസ്, ഈ അനുവാദത്തിൽ വേണം നമുക്ക് ഇങ്ങോട്ട് വരാൻ. ആ കാര്യം മാത്രം ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഭയങ്കര ജെൻഡർ ഇക്വാലിറ്റിയുടെ ആൾക്കാരാണ് ഞാൻ. അപ്പൊ അതിനോട് ആരാണ് ഏറ്റവും ആദ്യം വരുന്നത്? ആരാണ് വരുന്നത്? ആ ചേട്ടൻ നമുക്ക് ഇവിടെ. ഓക്കെ, ഇവിടെ മൊത്തം പുരുഷന്മാരാണ് വരുന്നത്. 2 സ്ത്രീകൾക്ക് അവസരമുണ്ട്, 2 പുരുഷന്മാർ എത്തിയിട്ടുണ്ട്. ഓക്കെ, 2 പേര് വാ. 2 സ്ത്രീകൾക്ക് കൂടി അവസരമുണ്ട്. കൂടെ കൂടി നിൽക്കുന്ന കുട്ടികളായിരിക്കും. വാ, കമോൺ, വാ. ആ 2 പേര് വാ, ആ വഴി വാ. അവരൊക്കെ കയറ്റിവിട്ടെ, അവർക്കൊരു അവസരം കൊടുത്തേ.
കൊടയൊക്കെ താത്തി പിടിക്കുന്നു. യെസ്, ഏറ്റവും ആദ്യം വരുന്നത് എന്താണ് നമ്മുടെ പേര്? ഇങ്ങോട്ട് വാ. 3 പുരുഷന്മാരാണ് വന്നിരിക്കുന്നത്. 3 സ്ത്രീകൾ മാത്രം കയറ്റി വിട്ടാതെ 3 തോറ്റവർക്കുള്ള പരിഗണനയില്ലാത്തതാണ്. എന്തായാലും തന്നെ ചേച്ചിയല്ലേ? വാ. ഇല്ല അങ്ങനെ ഒന്നും പറയില്ല. വാ, തന്നെ വാ. ഓക്കെ, യെസ്. വേറെ രണ്ട് സ്ത്രീകൾക്ക് കൂടി അവസരമുണ്ട്. 2 സ്ത്രീകൾക്ക് കൂടി അവസരമുണ്ട്. ആരാണ് വരുന്നത്? ധന്യ മാത്രമേ ഉള്ളൂ ഇവിടെ സമ്മാനം വാങ്ങിക്കാനായിട്ട് താല്പര്യമുള്ള. ധൈര്യമായിട്ട് വാ. യെസ്. അയ്യോ, ഒരു സെക്കൻഡ്. സമ്മാനം വാങ്ങിച്ച ആൾക്കാര് അലക്സാണ്ടർ നഗരയുടെ വൈഫ് തൽക്കാലം അവിടെ നിൽക്ക്. മറ്റാൾക്കാർക്ക് കൂടി നമുക്ക് സമ്മാനം കൊടുക്കണം. അതിന് വേണ്ടിട്ടാ. ധന്യക്ക് സമ്മാനം കിട്ടിയില്ല, അത് പിന്നെ പോട്ടേന്ന് വയ്ക്കാം. ഓക്കെ, നിർമ്മല ചേച്ചി സമ്മാനം വാങ്ങിച്ചല്ലേ, അവിടെ നിൽക്ക്. ബാക്കി വേറെ 2 പേര് മത്സരിച്ചവർക്ക് കൂടെ നിൽക്കുമ്പോൾ രസമൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഓടി വരുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള കൈ മുക്കി കാണിക്കുന്ന വാ വാ കേറി വാ. യെസ്, മറ്റൊരു ചേച്ചി കൂടി വരുന്നുണ്ട്. വാ, നമ്മൾ മത്സരിച്ചല്ലോ. അല്ല, വാ. ഒരു സ്ത്രീ ജനത്തിന് കൂടി അവസരമുണ്ട്. ആരാണ് വരുന്നത്? ആരാണ്? വാ. ആ വഴി സാധനം വഴിയില്ല. വഴി കാണിച്ചു കൊടുക്കും ചെണ്ടക്കാരെ. മേളക്കാര് വഴി കാണിച്ചു തരും. കോട്ട പോലെ മുടിയുള്ളവരുണ്ടല്ലോ, അവൻ ഭയങ്കര ആക്റ്റീവാ. അടിപൊളി. അവനൊരു കൈ കൊടുത്തേ. അവൻ അടിപൊളിയാ. യെസ്, അടിപൊളി. എനിക്ക് അങ്ങനെ മുടി ഉണ്ടായിരുന്നു, ഞാൻ അങ്ങനെ വെട്ടിയിടാം. ഓക്കെ, ശരി. അപ്പൊ അങ്ങനെ നമുക്ക് ആദ്യത്തെ ആളിൽ നല്ല തുടങ്ങാം. എവിടെയാണ് ആദ്യത്തെ? ഇവിടെ വാ. എന്താ പേരെന്ന്? നമ്മുടെ പേരെന്താ? നടക്കുവാ. വിശാൽ. വിശാലിന്റെ നാട് എവിടെയാ? കരുനാഗപ്പള്ളി. വിശാൽ എന്നുള്ള പേരിലൊരു തമിഴ് നടനുണ്ടല്ലോ. ആ വിശാലിനെ അറിയോ? ആ വിശാലിനെ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. ഓക്കെ, വിശാൽ എനിക്ക് കയറുക. റെഡി? വിശാൽ നമ്മുടെ മത്സരം ആരംഭിക്കാൻ പോവാണ്. മത്സരം എന്താണെന്ന് മനസ്സിലായല്ലോ. നേരെ നമ്മൾ മൈജിന്ന് നീട്ടി പറയാം. എത്ര നീട്ടത്തിൽ പറയുന്നോ അത്രയും നീട്ടത്തിൽ പറയാം. ഏറ്റവും നീളത്തിൽ പറയുന്നവർക്കാണ് സമ്മാനം കിട്ടുക. റെഡി? ഞാൻ ടൈമർ വെച്ചിട്ടുണ്ട്. 3, 2, 1 സ്റ്റാർട്ട്. നിർത്തിയിടണം. ഈ നമ്മൾ സ്വീകരിക്കുന്നതല്ല. 4 സെക്കൻഡാണ്. 4 സെക്കൻഡ് മാത്രമേ വിശാലിന് കിട്ടിയുള്ളൂ. പക്ഷെ ഒരു ഉത്തരം കൈയടി കൊടുക്കണം. ഓക്കെ, അടിപൊളി. വിശാലിന് ശേഷം ഒരു ധന്യവാദ്. നമ്മൾ കാത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മഞ്ജു വാര്യർ, മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ ഇപ്പോൾ നമ്മുടെ വേദിയിലേക്ക് എത്തുന്ന അസുലഭ നിമിഷമാണ്. ദയവായിട്ട് ബാക്കി എല്ലാവരും വേദിയിൽ നിന്ന് ഇറങ്ങേണ്ടതാണ്. മറ്റൊരു അവസരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൽകുന്നതാണ്. നമ്മൾ ഇത്രയും സമയം കാത്തിരുന്ന നമ്മുടെ പ്രിയ മഞ്ജു വാര്യർ നമുക്ക് മുന്നിലേക്ക് മൈജി ഫ്യൂച്ചറിന്റെ ഏറ്റവും നമ്മുടെ എല്ലാ കാലത്തും നമ്മുടെ മുൻപിൽ മഞ്ജു വാര്യർ. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ, അപ്പം ഷാലിക ഏവരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കൃത്യസമയം പാലിക്കുന്ന അതിഥികൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു സ്വത്താണ്. കൃത്യമായ സമയത്ത് നമ്മൾ എപ്പോൾ പറഞ്ഞുവോ ആ സമയത്ത് തന്നെ കൃത്യമായി. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സമയം കഴിഞ്ഞിട്ട് കാത്തു നിന്നതല്ല, വലിയ സന്തോഷമുണ്ട്. ഞാൻ എപ്പോഴും കരുനാഗപ്പള്ളി വഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാറുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ നിർത്തി ഇവിടെ കുറച്ച് സമയം ചെലവഴിക്കാനുള്ളൊരു അവസരമൊന്നും എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. വലിയ സന്തോഷമുണ്ട്. ഇന്ന് ഇപ്പോൾ ഇവിടെ വന്ന് നിങ്ങളുടെയൊക്കെ സ്നേഹം നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിച്ചത് വലിയ സന്തോഷവും വലിയ അഭിമാനവും തോന്നുന്നുണ്ട്. കാരണം എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ളവരെ കാണുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളവരുടെ ഒപ്പം സമയം ചെലവഴിക്കുമ്പോഴൊക്കെ എനിക്ക് ഒരുപാട് ഊർജ്ജവും സന്തോഷവും കൊല്ലം ജില്ലയെ കുറിച്ച്, കൊല്ലത്തെ കലാകാരെ കുറിച്ച് എന്താണ് പറയുന്നത്? കലാകാരന്മാരെ ഇന്ന ജില്ല എന്നൊന്നുമില്ല. കലാകാരന്മാർ എവിടെയാണെങ്കിലും സന്തോഷമുള്ളവരും ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായി. നമുക്ക് കൊല്ലം ജില്ലയെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്പം മുമ്പ് ജയൻ എന്ന് പറഞ്ഞൊരാൾ വന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴും കലയെ സ്നേഹിക്കുന്ന മനസ്സുകളുടെ സ്ഥലമാണ് കൊല്ലം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോഴും കൊല്ലത്തെ പല പരിപാടികളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ എല്ലാ സ്ഥലത്തും കേരളത്തിൽ ഉടനീളം അങ്ങനെ തന്നെയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കൊല്ലത്തും ഇതേപോലെയുള്ള വളരെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് എനിക്ക് അനുഭവിച്ചറിയാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇന്നും അതേപോലെയുള്ള മറ്റൊരു സന്തോഷമുള്ള അവസരമാണ്. അത് മൈജിക്കാണ്. മൈജിയോടൊപ്പമുള്ള യാത്ര ഉദ്ദേശിച്ച് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഒരുപാട് യാത്രകളിൽ ഭാഗമായിട്ടുണ്ട്. എത്രമാത്രം സന്തോഷപ്രദമായിട്ടുള്ള ഒരു യാത്രയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. മൈജിയുടെ
ബോർഡുകളെ കുറിച്ചും അല്ലെങ്കിൽ ടിവിയിലും ഒക്കെ വരുന്ന മൈജിയുടെ പരസ്യങ്ങളെ കുറിച്ചും ഒക്കെ വളരെ സന്തോഷപ്പെടുന്ന ആളുകൾ പറയാറുണ്ട്. അപ്പൊ എനിക്ക് അതിന് വലിയ ഷോറൂം നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് മൈജി ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ വിശ്വാസം എനിക്ക് വന്നിക്കൊണ്ട് വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു തെളിവാണ്. അത് പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ ഒരു സ്നേഹത്തോടെ കൂടിയിരിക്കുന്ന ഒരു ജനക്കൂട്ടവും അതിന് തെളിവാണ്. അപ്പൊ അതിനൊക്കെ സാക്ഷിയാവാനും മൈജിയുടെ വളർച്ചയിലൊപ്പം ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നത് എൻ്റെ ഒരു സന്തോഷം തന്നെയാണ്. നമ്മളിപ്പോ മൈജിയുടെ പരസ്യങ്ങൾ കാണുന്ന സമയത്താണെങ്കിൽ മൈജി ചേച്ചി ഒരു ഷോപ്പിലേക്ക് വരുന്ന സമയത്ത് ആളുകൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം പ്രദാനം ചെയ്യുന്നത് ആളെ പോലെ നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ്. നമുക്ക് പരസ്യം കാണുന്ന സമയത്ത് തന്നെ ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട്. എത്രമാത്രം രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് മൈജിയുടെ പരസ്യം. ആവശ്യങ്ങൾ എനിക്ക് പരിചയമുള്ളവർ എൻ്റെ അടുത്തൊന്ന് പറയുകയാണെങ്കിൽ പോലും ഞാൻ ആദ്യം പറയുന്നത് മൈജി ഷോറൂമിൽ പോയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സന്തോഷത്തോടെ തിരഞ്ഞെടുക്കാൻ സാധിക്കുമെന്നത് ഉറപ്പോടുകൂടി പറയാൻ സാധിക്കാറുണ്ട്. പോയവരും വളരെ തൃപ്തിയുള്ള ഒരു അനുഭവമാണ് പങ്കുവയ്ക്കാറുണ്ട്. ഓക്കെ, താങ്ക് യു മഞ്ജുജിക്ക് ഒരു വലിയ കൈഡി കൊടുക്കാം. നമുക്ക് മലയാളത്തിന്റെ കണ്ണെഴുതി പൊട്ടും തൊട്ട നായിക നമുക്ക് മുൻപിൽ ഇവിടെ പൊട്ട് തൊട്ട് നിൽക്കുകയാണ്. എന്തായാലും ഒരുപാട് കണ്ണെഴുതി പൊട്ടുന്നതിന്റെ മഞ്ജു ഇവിടെ കരുനാഗപ്പള്ളിക്ക് മുൻപിൽ ഒരു വലിയ കൈഡി. യെസ്, മഞ്ജു വാര്യരും ഗണേഷ് കുമാറും ചേർന്ന് കുമുണ്ടോ മൈജി ഫ്യൂച്ചറിന്റെ ഏറ്റവും പുതിയ ഷോറൂം ഇവിടെ നമുക്ക് കരുനാഗപ്പള്ളിക്ക് സമ്മാനിച്ചു കഴിഞ്ഞു. സെയിൽസ് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി മുതൽ ഇപ്പോ സെയിൽസ് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏവർക്കും അവിടെ വന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി, ഇപ്പൊ നമ്മൾ വളരെ മന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ നമ്മൾ ഈ വേദിയിലേക്ക് വന്നിരിക്കുന്നത് അതിന്റെ സന്തോഷം ഞങ്ങളും അറിയിക്കുകയാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ വഴക്കാറും എന്നുള്ളതുകൊണ്ടാണ് കാര്യം കിട്ടുക. കാരണം എന്നെ ഈ പ്രോഗ്രാം വിളിക്കുന്ന തന്നെ എൻ്റെ ഫോൺ ഒരുപാട് തിരക്കായിട്ട് ഷാജി നേരെ വിളിക്കുന്നു, ചേച്ചി എന്ന് പറഞ്ഞ ഏർപ്പാടിയാണ്. അങ്ങനെ ഞാൻ വന്നില്ലെങ്കിലും കുടുംബ വഴക്കാണ്, കൊണ്ടുവരായിരുന്നെങ്കിലും കുടുംബ വഴക്കാണ്. കാരണം ഇത് ഇലക്ട്രോണിക് ഷോപ്പ് മാത്രമല്ല. നമ്മൾ മൈജി എന്ന് പറയുമ്പോൾ മൊബൈൽ ഫോൺ, TV അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. പക്ഷേ അകത്ത് കയറി നോക്കിയപ്പോൾ ഇതിനകത്ത് ഇല്ലാത്തതൊന്നുമില്ല. ഇനി അരിയും പലവ്യഞ്ജനം മാത്രമേ ഇല്ലാത്തുള്ളൂ, ബാക്കിയെല്ലാം ഉണ്ട്. പാചകം ചെയ്യാറുണ്ട്, അരിയും പലവ്യഞ്ജനവും വെച്ചാൽ കുക്കിംഗ് ആരംഭിക്കാം. അതിനുള്ള എല്ലാ സാധനവും ഇതിനകത്തുണ്ട്. അത് മഞ്ജുവിനെ പറ്റി പരസ്യം പറയുമ്പോൾ മൈജിയെ കുറിച്ച് പേഴ്സണലി മൈജിയിലേക്ക് ആളുകൾ പറഞ്ഞാൽ മഞ്ജു തയ്യാറാവുന്നു എന്ന് പറയുന്ന ആ ഒരു വിശ്വസ്തത തന്നെയാണ്. അല്ല സ്ഥിരമായി പരസ്യം ചെയ്യുന്ന ബ്രാൻഡ് അംബാസഡർ ആയതുകൊണ്ടല്ല, അതൊരു നല്ല കാര്യമാണ്. ഞാനെപ്പോഴും പറഞ്ഞു, ഞാൻ പരസ്യത്തിരിക്കാറുണ്ട്, വേറെ കൊണ്ടല്ല. ഞാൻ പറയുന്ന പരസ്യത്തിന് എന്റെ വാക്കിന് നാട്ടുകാരെ പോലും വിലയുള്ളൂ. അത് ഈ കെട്ടിടം ഉണ്ടാക്കുന്ന കമ്പനി നല്ലതാണ്, ഇത് വളയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ വേറെ ആയാലും വളർച്ച എനിക്ക് നടക്കണം. അപ്പൊ അതുകൊണ്ട് ചെയ്യാത്തത് എനിക്ക് ഷാജിയെ പറ്റി ഒത്തിരി അഭിമാനമുള്ളൂ. നിൽക്കുന്നവരെല്ലാം മനസ്സിലാക്കി ചെറുപ്പക്കാരൻ മനസ്സുകൊണ്ട് വളർത്തുന്നത്. ഞാൻ പറഞ്ഞ അകത്ത് വെച്ച് പറഞ്ഞു മാധ്യമങ്ങളോട്, പിന്നെ അമീർ ഖാന്റെ സൗന്ദര്യമുള്ള, അമീർ ഖാൻ ഇത്രയും പൊക്കമല്ല കേട്ടോ, അതിനേക്കാൾ സൗന്ദര്യമുള്ള, അതിനേക്കാൾ ചെറുപ്പമായിട്ടുള്ള ഷാജി ഈ കാണുന്ന പോലെ തന്നെ നല്ല മനുഷ്യൻ, ഒരുപാട് ചാരിറ്റിയൊക്കെ ചെയ്യുന്ന നല്ല വ്യക്തിയാണ്. മാത്രമല്ല ഒരു മലയാളി കേരളത്തിന്റെ മണ്ണിൽ ബിസിനസ് തുടങ്ങി അത് വിജയിപ്പിച്ച് ഇത് 4000 കോടി രൂപയുടെ ടേൺ ഓവറാണ്. കേരളത്തിലെ നിക്ഷേപത്തിലുള്ളത് 3000 കോടിയാണ്. ഇനി 5000 കോടിയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇനി 30 ഷോറൂം കൂടി പ്ലാൻ ചെയ്യുകയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, കേരളത്തിൽ നിക്ഷേപിക്കാം, കേരളത്തിൽ നിന്ന് തന്നെ വിജയിക്കാം, കേരളത്തിനുള്ളിലെ ജനങ്ങളുടെ പിന്തുണയോടെ. നിങ്ങളുടെ ഈ പിന്തുണ എടുക്കാം. കരുനാഗപ്പള്ളിയിൽ ഒരു ഷോറൂം കഴിഞ്ഞ് 2ാമത്തെ ഷോറൂം. അപ്പോൾ അത്രയും ഒരു പിന്തുണ നമ്മൾ നൽകുന്നതുകൊണ്ടാണ് ചെയ്യുന്നത്. കേരളത്തിന്റെ മണ്ണിലൊരു മലയാളി ഏതാണ്ട് 3200 പേർക്ക് ജോലി കൊടുത്തു. ഈ 112 ഷോറൂമിലായി അനുബന്ധ സ്ഥാപനങ്ങളുമായിട്ട്. ഇനി ഇപ്പോൾ നമ്മൾ വരുമ്പോൾ രാജി പറഞ്ഞ 2000 പേർ കൂടി ഈ ജോലി കിട്ടും എന്നാണ് പറയുന്നത്. അത്രയും വലിയൊരു തൊഴിലവസരം സൃഷ്ടിച്ച നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന നമ്മുടെ ഒരു നാട്ടുകാരനാണ്. തീർച്ചയായിട്ടും നമ്മുടെ കരുനാഗപ്പള്ളിയിൽ അതൊരു വിജയമായി മാറും. ഇനി 2ാമത്തെ ഷോറൂം ഒരു വലിയ വിജയമാണ്. കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞാൽ വലിയൊരു കച്ചവട കേന്ദ്രമാണ്. ഞാനിന്ന് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, കേരള സംസ്ഥാനത്ത് 1 സെന്റ് ഭൂമി ഏറ്റവും കൂടുതൽ വില കൂടിയ സ്ഥലത്താണ് കരുനാഗപ്പള്ളി നിൽക്കുന്നത്. കേരള സംസ്ഥാനത്ത് 1 സെന്റ് ഭൂമിക്ക് ഏറ്റവും കൂടുതൽ വില കൂടിയ സ്ഥലം കരുനാഗപ്പള്ളിയാണ്. വേറെ എവിടെ ഇത്ര ഇല്ല, എറണാകുളം പോലും ഇത്ര വിലയില്ല. അപ്പൊ അത്രയും നല്ലൊരു സെന്ററാണ്, ഒരു വികസിക്കുന്ന ഒരു വലിയ സെന്ററാണ് കരുനാഗപ്പള്ളി. അവിടെ മൈജി തുടങ്ങുമ്പോൾ എല്ലാ ആശംസകളും നേരുന്നു. നിങ്ങളെ എല്ലാ അനുഭവത്തോടെ ദൈവനാമത്തിൽ ഈശ്വരന്റെ അനുഗ്രഹത്തോടെ, സൃഷ്ടാവായ ദൈവത്തിന്റെ അനുഗ്രഹത്തോടെ ഇതൊരു വലിയ വിജയമായിട്ടൊക്കെ പ്രാർത്ഥനയോടെ ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പ്രിയപ്പെട്ട മൈജിക്ക് എല്ലാവിധ ആശംസകളും. ജീവനക്കാരുടെ നല്ല സേവനത്തിന് അവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. പിന്നെ ഷാജിയുടെ ചേട്ടൻ്റെ മക്കള്, സിസ്റ്റർ മക്കൾ എല്ലാവരും ഉണ്ട്. അവരെല്ലാം ഈ രംഗത്തേക്ക് വന്നു. അവരെല്ലാം ഒരു നല്ല സമർത്ഥരായ കുട്ടികളായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
യെസ്, എന്തായാലും ഒരുപാട് സന്തോഷം ഞങ്ങൾ അറിയിക്കുകയാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നും. കാരണം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് അദ്ദേഹത്തിന്റെ കുടുംബ സുഹൃത്തിന്റെ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കുടുംബമായിട്ട് വന്നത്. അതിലുള്ള സന്തോഷം ഏറെ പ്രത്യേകം ഞങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇനി അല്പം മുൻപ് ഗണേശ് സൂചിപ്പിച്ചതുപോലെ 3000 പേർക്ക് തൊഴിൽ നൽകുന്ന മൈജിയുടെ അമരക്കാരൻ, തീർച്ചയായിട്ടും അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. 3000 കുടുംബങ്ങളിലേക്കാണ് ഈ മൈജിയുടെ ആ ലാഭവിഹിതം എത്തുന്നത്. അപ്പോ എന്താണ് ഷാജിക്കാക്ക് പറയാനുള്ളത് എന്നുള്ള കാര്യം കൂടി ഞങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. മൈജിയുടെ ഏറ്റവും പുതിയ ഷോറൂം കരുനാഗപ്പള്ളി മൈജി ഫ്യൂച്ചർ തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഷാജിക, ഒരു വലിയ നന്ദി അറിയിക്കുകയാണ് കരുനാഗപ്പള്ളിയിലെ എല്ലാവർക്കും. ഞാൻ രണ്ടാമത്തെ ഷോറൂം ഇവിടെ തുടങ്ങുന്നുണ്ട്. അതിനെല്ലാം കഴിയുന്നത് ഇത്രയും വലിയ ഒരു ടേൺ ഓവറൊക്കെ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ വിലക്കുറവിലും ഓഫറുകളിലൊക്കെ തന്നെ ഞങ്ങൾക്ക് തരാൻ പറ്റുന്നത്. ഇനിയും ഒരുപാട് ഷോറൂമുകൾ ഈ വർഷം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏകദേശം 30 ഷോറൂമുകളാണ്. ഓണത്തിന് മുമ്പായിട്ട് ഞങ്ങൾ 15 ഷോറൂമുകൾ കേരളത്തിൽ മാത്രം. എല്ലാം ഇപ്പോൾ പുറത്താണ് ചെയ്യുന്നത്. ആക്സസറീസ് വന്നിട്ടുണ്ട്, അതെല്ലാം ചൈനയിലാണ്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഒരു ഫാക്ടറി കേരളത്തിൽ തുടങ്ങി അതുവഴി ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അത് നടക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരുടെയും സപ്പോർട്ട് മതി. തീർച്ചയായിട്ടും വലിയൊരു വിഷനോട് കൂടിയിട്ടാണ് മൈജി അതിന്റെ ഭാവി പ്രവർത്തനങ്ങളെ കൂടി വിലയിരുത്തുന്നത്. ഈ മൈജി കരുനാഗപ്പള്ളിയിലേക്ക് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സംഘാംഗങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്നും ആരെങ്കിലും ഒരാൾ ദയവായി സംസാരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആരെങ്കിലും ഒരാൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഭാഗത്തുനിന്ന്. കരുനാഗപ്പള്ളിക്കാർക്ക് വേണ്ടി ഒന്നുകൂടി സാമ്പത്തികം അങ്ങയുടെ ലാഭം കുറച്ചുകൊണ്ട് കരുനാഗപ്പള്ളിക്കാർക്ക് നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. താങ്ക് യു. എല്ലാവിധ അഭിവാദനങ്ങളും. ദൈവത്തിന്റെ അനുഗ്രഹം ഷാജിക്കുണ്ടാകട്ടെ. ഇനിയും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനങ്ങൾ എല്ലാ സ്ഥലത്തും കൂടുതൽ വിപുലമായി സ്ഥാപിക്കുന്നതിനുള്ള അനുഗ്രഹം ദൈവത്തിൽ നിന്നുണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു. ഉദ്ഘാടന ദിവസം നിങ്ങൾക്ക് മുൻപിൽ തുറന്നെടുത്തത് ആ കാര്യം പ്രത്യേകം ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ വ്യാപാരി വ്യവസായികളുടെ നേതാവ് സംസാരിച്ചു. അപ്പൊ അദ്ദേഹം ഷാജിയോട് പറഞ്ഞു കുറച്ചുകൂടി വില കുറച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഫോൺ വിൽക്കാൻ കടവർന്ന് വെച്ചേക്കുന്നവർ ഇദ്ദേഹത്തിന് പിടിക്കുക. അതുകൊണ്ട് മറ്റുള്ളവർ മൈക്ക് കൈ കൊടുത്തിട്ട് പുറമോട്ടങ്ങ് മാറിക്കണം. ലാഭം കുറയ്ക്കണം. ലാഭം കുറയുമ്പോൾ വിലയും കുറയും. ലാഭം പുള്ളിയുടെ കുറഞ്ഞില്ല, വിലയും ലാഭവും കുറയും, വിലയും ഒരുമിച്ച് കുറയും. യെസ്, എന്തായാലും ഒരിക്കൽ കൂടി വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. വന്നു ചേർന്ന ഓരോ വിശിഷ്ട വ്യക്തികൾക്കുമുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ചെറിയ ഒരു കാര്യം കൂടി നിങ്ങളെ അറിയിക്കാനുണ്ട്. മഞ്ജു ചേച്ചിക്ക് വേണ്ടിയിട്ട് ഏറെ പ്രിയപ്പെട്ട 2 പേർ മഞ്ജു ചേച്ചിയുടെ ചിത്രം വരച്ച് സമ്മാനിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ ആ കലാകാരിയെ ഏറെ സ്നേഹത്തോട് കൂടിയിട്ട് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. മഞ്ജു ചേച്ചിയുടെയും ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട 2 അതിഥികളുടെയും, നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഒപ്പം മലയാളത്തിലെ പ്രിയപ്പെട്ട നായിക മഞ്ജു വാര്യർ, 2 പേരുടെയും ഛായാചിത്രം ഇപ്പോൾ വരച്ച് അവർക്ക് സമ്മാനിക്കുകയാണ്. ഏറെ തിരക്കുകൾക്കിടയിലും ഈ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് നമുക്ക് മുൻപിലുണ്ടായിരുന്നത്. പക്ഷേ ഈ സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി 2 പേരും ഇപ്പോഴും നമുക്ക് മുൻപിലേക്ക് എത്തുന്നു. ആ കലാകാരിക്ക് ഒരു മികച്ച കലാകാരി അർഹിക്കുന്നുണ്ട്. ആ പ്രയത്നത്തിന്, ആ മനസ്സിന് വലിയ നന്ദി മൈജിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഞങ്ങൾ അറിയിക്കുകയാണ്. ഇനി ഇവിടെ ഒരു കിടലൻ സ്മാർട്ട് ഫോണിന്റെ ലോഞ്ച് കൂടിയാണ് നടക്കാൻ പോകുന്നത്. ആ ലോഞ്ചിന് വേണ്ടി ഷാജിക്ക ഒപ്പം ഗണേഷ് സാർ, മഞ്ജു ചേച്ചി 3 പേരും ദയവായി വേദിയിൽ ഒരിക്കൽ കൂടി ഹോൾഡ് ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ബാക്കി എല്ലാവരും ദയവായി വേദിയിൽ നിന്നും തൽക്കാലത്തേക്ക് വിടവാ. റെഡ്മി നോട്ട് 13 സീരീസിന്റെ ഓൾ കേരള ഒഫീഷ്യൽ ലോഞ്ച് നമ്മുടെ സ്വന്തം മഞ്ജു വാര്യർ ഇവിടെ നിർവഹിക്കുകയാണ്. ഈ ഒരു ചടങ്ങിലേക്ക് ഷവോമി ഒഫീഷ്യൽസിനെ കൂടി ഞങ്ങൾ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. സജു രത്നം, അസോസിയേറ്റ് ഡയറക്ടർ ഷവോമി ഇന്ത്യ, സൃഷ്ടി ഗോയൽ, സീനിയർ മാനേജർ ഷവോമി ഓഫ്ലൈൻ, പ്രതാപൻ, കീ അക്കൗണ്ട്സ് മാനേജർ ഷവോമി, അതോടൊപ്പം തന്നെ മൈജിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബാംഗമായ അനീഷടൻ, അപ്പം മൈജി സെയിൽസ് ആൻഡ് ഹെഡ് സെയിൽസ് ഹെഡ് രതീഷ് കുട്ടൻ, സെയിൽസ് ഹെഡ് രതീഷ് കുട്ടൻ, സിജോ ജെയിംസ് ബിസിനസ് ഹെഡ്, മൊബൈൽ ബിസിനസ് ഹെഡ് സിജോ ജെയിംസ് എന്നിവരെ കൂടി ഈ വേദിയിലേക്ക് ഞങ്ങൾ ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. റെഡ്മി 13 സീരീസ് ഏറെ പ്രത്യേകതകളുള്ള ഒരു മൊബൈലാണ്. വെള്ളത്തിലായി
യെസ്, ഗണേശന്റെ കൂട്ടത്തിലേക്കാണ്. അക്വേറിയത്തിലെ മീൻ കുഞ്ഞുങ്ങൾ മാത്രം ഓടി നടന്ന ഒരു ഗ്ലാസ് ബോളിൽ ഇപ്പൊ നിറയെ മൊബൈൽ ഫോണിലാണ്. ഞാനിപ്പോ ഗ്ലാസ് പൊട്ടും, പക്ഷെ മൊബൈല് പൊട്ടൂല. യെസ്, ഇപ്പൊ നമ്മള് ആ ഗ്ലാസ്സിലിട്ട മൊബൈൽ ഓരോന്നോരോന്നായിട്ട് എടുത്ത് പൊക്കുകയാണ്. അതിനുശേഷം ഒരിക്കൽ കൂടി അവർ ആ മൊബൈൽ ഉയർത്തി കാണിക്കും. അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളുടെ കണ്ണ് മുൻപിൽ ഇതാ തെളിവോട് കൂടിയിട്ട് ഉയർത്തി കാണിക്കുകയാണ്. ഗണേശന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വെള്ളം കയറിയിട്ടില്ല, വെള്ളം കേറൂല, ഗ്ലാസ് പൊട്ടൂല, അക്വേറിയം ഉടഞ്ഞാലും മൊബൈൽ പൊട്ടൂല, പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങൂല എന്ന് പറയുന്ന പോലെ ഒരു മികച്ച പ്രോഡക്റ്റ് നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തുകയാണ് ഷവോമിയുടെ ഏറ്റവും പുതിയ മോഡൽ റെഡ്മി നോട്ട് 13 സീരീസിന്റെ ഓൾ കേരള ഒഫീഷ്യൽ ലോഞ്ചാണ് ഇപ്പോൾ മഞ്ജു വാര്യരും ഗണേഷ് കുമാറും ചേർന്ന് നമുക്ക് മുൻപിൽ നിർവഹിച്ചത്. നമുക്ക് കൺമുൻപിൽ അത് സാക്ഷ്യമായി മാറിയിരിക്കുന്നു. എന്തായാലും ഒരിക്കൽ കൂടി വന്നു ചേർന്ന എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു. റെഡ്മി ഭാരവാഹികളെക്കുള്ള നന്ദി ഈ അവസരത്തിൽ പ്രത്യേകം അറിയിക്കുകയാണ്. ഇനി ഒരു കേക്ക് കട്ടിംഗ് ആണ്. മധുരം പങ്കുവച്ചതിന് ശേഷം ദയവായി നമ്മുടെ പ്രധാന അതിഥികൾ മാത്രം വേദിയിൽ തുടരണമെന്നുള്ളത് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. പേഴ്സണലായ ആളുകൾ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ വേദിയിൽ നിൽക്കേണ്ടതെന്ന് വിനീതമായി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. മൈജി കുടുംബാംഗങ്ങളിലെ ഏറ്റവും പ്രിയപ്പെട്ട അംഗങ്ങൾ എല്ലാവരും ഇപ്പോൾ വേദിയിൽ സ്റ്റേ ബാക്ക് ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് കൂടി നമുക്ക് ഇവിടെ നടക്കാനുണ്ട്. ഒരു കസ്റ്റമറിന്റെ ഫോട്ടോ കൂടി നമ്മൾ എടുത്തതിന് ശേഷം ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് കൂടി ഇവിടെ ബാക്കിയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ കസ്റ്റമറിനുള്ള സമ്മാനം നൽകുന്നു. മൈജിയുടെ വിൽപ്പന നിർവഹിച്ച വിവരം ഇവിടെ കസ്റ്റമറിന് മൊബൈൽ കൈമാറിക്കൊണ്ട് നിങ്ങളെ അറിയിക്കുകയാണ്. മൈജിയുടെ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ഏറെ പ്രിയപ്പെട്ട ഗൃഹോപകരണങ്ങളും ഒപ്പം മൊബൈൽ ഗാഡ്ജറ്റുകളും സ്വന്തമാക്കാനുള്ള അവസരമാണ് മൈജി ഫ്യൂച്ചറിലൂടെ നിങ്ങൾക്ക് സമ്മാനമായിട്ട് ലഭിക്കുക. ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ദയവായിട്ട് വേദിയിൽ നിന്നും യെസ്. ഇനി നടക്കാനുള്ള മറ്റൊരു കാര്യം, ഉദ്ഘാടന മുഹൂർത്തത്തിൽ ഇപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അംഗങ്ങളാണുള്ളത്. അതോടൊപ്പം തന്നെ എനിക്ക് ഒരു വിശിഷ്ട വ്യക്തിയെ കൂടി ഈ വേദിയിലേക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. മൈജി അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്, മൈജി എന്ന ബ്രാൻഡ് നമ്മൾ പ്രവർത്തനം ആരംഭിച്ച് മധുര 18 നിൽക്കുകയാണ്. പക്ഷെ അതിനു മുൻപേ ഷാജിക്കാട് കൂടെയുള്ള ഒരാളുണ്ട്. മൈജിക്ക് മുൻപേ ഷാജിക്കാട് കൂടെ ആരാണ് എന്ന് ചോദിച്ചാൽ 23 വർഷങ്ങൾ പിന്നിടുന്ന നമ്മുടെ ചീഫ് ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ, മൈജിയുടെ CBDO. മൈജി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഷാജിക്കയുടെ വലം കൈയായി നിന്ന് മൈജിക്ക് രൂപം കൊടുത്ത് മൈജിയെ കേരളം മുഴുവൻ വളർത്തിയ നമ്മുടെ ഏറെ പ്രിയപ്പെട്ട 100-ലധികം ഷോറൂമുകൾക്ക് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് നെറ്റ്വർക്കായി മാറിയതിൽ പ്രധാന പങ്ക് വഹിച്ച നമ്മുടെ അനീഷേട്ടന് ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അനീഷ് സാർ മൈജിയിൽ ചേർന്നിട്ട് ഇന്ന് കൃത്യം 23 വർഷങ്ങൾ തികയുകയാണ്. മൈജിയേക്കാൾ പ്രായമുള്ള മൈജിയുടെ പ്രധാന അമരക്കാരിൽ ഒരാൾ അനീഷേട്ടന് ഹൃദയം നിറഞ്ഞൊരു കയ്യടി. മൈജിയുടെ വളർച്ചയിൽ ഷാജിക്കയുടെ തോളോട് തോൾ 23 വർഷങ്ങൾ ഷാജിക്കയോടൊപ്പം പൂർത്തിയാക്കിയ അനീഷേട്ടന്റെ 23 വർഷങ്ങൾ ഇന്ന് തികയുന്ന ദിവസമാണിത്. തീർച്ചയായിട്ടും നമ്മൾ എപ്പോ ഏത് പ്രോഗ്രാമിന് പോയാലും ആ പ്രോഗ്രാമിന്റെ മുഴുവൻ കോർഡിനേഷൻ നടത്തുന്നത് അനീഷേട്ടനായിരിക്കും. പക്ഷെ അനീഷേട്ടൻ ഒരിക്കലും നമ്മൾ വേദിയിൽ കാണൂല. കാരണം എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഇതൊരു വലിയ സർപ്രൈസ് ആയിരുന്നു, തീരെ പ്രതീക്ഷിച്ചില്ല. അതെ, സെയിൽസ് കൂടുന്നതായിരിക്കും, നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പോഴും അനീഷേട്ടൻ ആദ്യം തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. എങ്ങനെ അടുത്ത ഷോറൂം നമുക്ക് തുറക്കാം, അതിന്റെ മാമിനോടൊക്കെ ഉള്ളൊരു നന്ദി. അതോടെ നിൽക്കട്ടെ. പക്ഷെ 23 വർഷങ്ങൾ ഷാജിക്കാട് കൂടെ, അത് എത്ര വർഷമായി അനീഷേട്ടൻ കല്യാണം കഴിച്ചിട്ട്?
അതൊന്ന് ചോദിക്കാനുണ്ട്, എത്ര വർഷമായി? ഏകദേശം അതേ വർഷമായി. ഏകദേശം അതേ വർഷമായി. അത്രയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. തൊട്ടടുത്താണ് ബെല്ലിൻ്റെ ചിഹ്നം കൂടി അമർത്താൻ ഞാനെടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു കിട്ടലൻ വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.